മൈ ചാനൽ ടാഡിയും പൊട്ടും ടോക്സ്. ഗൈസ്, മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി മക്കളോടുള്ള സ്നേഹം കൊണ്ട് അവരോടുള്ള ഉത്തരവാദിത്തം, കടമ എല്ലാം കൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കാറുണ്ട്. അവർ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കും, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കും, അവർക്ക് നല്ല പാർപ്പിടം കൊടുക്കും, അവർക്ക് വേണ്ടി ഫ്യൂച്ചറിലേക്ക് പൈസ സേവിങ് ചെയ്യും. അങ്ങനെ ഒരുപാട്. പക്ഷേ താൻ ഒരുപാട് സ്നേഹിക്കുന്ന തൻ്റെ മകളുടെ മരണം അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ആ മകളുടെ ഡെഡ് ബോഡി വീടിനുള്ളിലെ ഹാളിൽ സംസ്കരിച്ച് അവിടെ ഒരു കല്ലറയും പണിത് അവിടെ തന്നെ ഊണും ഉറക്കവുമായി കഴിയുന്ന ഒരു അച്ഛനമ്മയുണ്ട്. 17-കാരിയായ സാന്ദ്ര ഫെർണാണ്ടസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇന്നത്തെ ടോക്കിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇറങ്ങി വരുന്നതാണ് സാന്ദ്രയുടെ അച്ഛൻ ഫെർണാണ്ടസ്. ഫെർണാണ്ടസ് സാർ നമസ്കാരം. അപ്പൊ അതാണ് സാന്ദ്രയുടെ അച്ഛൻ. സാർ, എന്തിനു വേണ്ടിയാണ് അന്ന് ഇത്രയും വലിയ മതിലൊക്കെ പണിഞ്ഞ? എന്തിനു വേണ്ടിയായിരുന്നു? For the protection of my daughter. അപ്പൊ സാന്ദ്രയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ആ മതിൽ പണിഞ്ഞത്. മതിൽ ഉണ്ടാക്കിയിട്ട് വീടെല്ലാം ശരിയായിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ അന്ന് ഇവിടെ ആണിയൊക്കെ തറ ചരിത്രമില്ല. ആണിയെല്ലാം ഉണ്ട് മോളില് ഫുൾ A to Z ആണിങ്ങളായിട്ട് ಯಾರು കേറാൻ പറ്റില്ല. ഉള്ളിലേക്ക് തന്നെ പുറത്ത് വരാൻ പറ്റില്ല. അത് സ്ഥിതിയിലായിട്ട് ആ ടൈമില് ഞാൻ ഓർത്ത് ഓക്കെ ഇപ്പൊ ഞാൻ എവിടെ ഇല്ല, ഞാൻ ഗൾഫില് ഞാൻ US മിലിറ്ററിയിൽ ഉണ്ട്, കുവൈറ്റില്. സോ ഞാൻ അവിടെ ഇരുന്നിട്ട് യാരില്ലാതെ പറഞ്ഞിട്ട് എന്റെ അനിയന്മാർക്ക് സ്റ്റെപ്പ് ബ്രദേഴ്സ്. അപ്പൊ സാർ അന്നേരം ഗൾഫിലാണ്. ഞാൻ തിരിച്ച് കുവൈറ്റിക്ക് പോയി. കുവൈറ്റിക്ക് പോയി കറക്റ്റ് 1 monthല് എനിക്ക് ഒരു ഫോൺ കോൾ വന്നു. ആൻഡ് ഇവിടെ ഒരു ജോലി കാച്ചി കൂടെ ഉണ്ട് ഭക്ഷണമെല്ലാം ഉണ്ടാക്കാൻ. സോ ഒരു ഫോൺ കോൾ വന്നിട്ട് ഒരു വേലക്കാരി ഇവിടെ ഉണ്ട്. ഉണ്ട് വേലക്കാരി ഞാൻ കാട്ടുകട ഓഫീസിൽ നിന്ന് കൊണ്ടുവരും. അത് താൻ സാക്ഷി, മൈ സൺ ആൻഡ് ജോലി കാച്ചി താൻ അതോടി സാക്ഷി കണ്ട് എന്താ അടിക്കുന്നത്. அவங்க வந்துட்டு சாயந்தரம் கொண்டுட்டு கிணத்துல ஏற்றின்னு கிணத்துல ஏற்றின்னு நான் காய்ச்சி தரேன் கிணறு, நான் காய்ச்சி தரேன் கிணத்துல ஏற்றின்னு. ಸೊ ನಾನು வந்துட்டு திருச்சி வந்தேன். 10 ದಿವಸ நான் ഇവിടെ എത്തിയിട്ട് ബോഡിയെല്ലാം அவங்க എത്തിയിട്ട് മോർച്ചറിയിലെല്ലാം ആക്കിയിട്ട് കേസെല്ലാം സ്റ്റാർട്ട് ആക്കി. അപ്പൊ സാറിന്റെ മകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഏർപ്പെടുത്തിയാണ് രണ്ട് കുട്ടികളെ അവന്മാർ തന്നെയാണ് കൊന്നു കളഞ്ഞത്. அவங்க தான் കൊന്നു കളഞ്ഞത്. അത് എന്തിനു വേണ്ടിയാ കൊന്നു കളഞ്ഞത്? ഇന്ന് വരെക്കും എനിക്കറിയില്ല എന്താണ്. സാറിന് അത്രയും വിശ്വാസമായിരുന്നു? എന്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് ഞാൻ താൻ വളർത്ത് എന്റെ ഫാദർ മദർ ദേവോ പോലത്തെ ഞാൻ നോക്കി. അത്രയും നോക്കി അവന്മാരാണ് ഈ പണി തന്നത്. அவங்க தான் ഈ പണി എനിക്ക്. പിന്നെ ടിസ്റ്റ് തുടങ്ങുന്നത് ഈ സാന്ദ്രയുടെ മൃതദേഹം അടക്കിയേക്കുന്നത് ഡൈനിങ് ഹാളിലാണ് അല്ലേ? ഇല്ല, മെയിൻ ഹോളിലാണ്. അതാണ് എന്ന് പറയുന്നത്. അതെന്തിനാ മെയിൻ ഹോളിൽ അടക്കിയേക്കുന്നത്? വേറെ എവിടെ കൊണ്ടിപ്പോ ഇപ്പോ സാറിന് അത്ര ഡീപ്പ് ലവ് ഉണ്ട് മോളോട് അല്ലേ? എന്താണ് അത് താനല്ലേ എന്റെ കുട്ടികളെ എന്റെ ജീവിതം, വേറെ എന്താ ഉണ്ട് എനിക്ക്. സോ ഞാൻ ഓർത്ത് കളറ ഒന്നും വേണ്ട, എന്റെ വീട്ടിലെ തന്നെ. സാറിന്റെ സജഷൻ ആയിരുന്നു അത്? അത് എന്റെ സജഷൻ തന്നെ. മോളെ ഡൈനിങ് ഹാൾ ഇവിടെ തന്നെ എങ്ങോട്ട് ഞാൻ വിൽക്കാൻ പോണില്ല, സെയിലാക്കാൻ പോണേ. നീ ഇവിടെ തന്നെ കിടക്കാൻ, ഞാൻ കൂടെ അവിടെ തന്നെ കിടക്കുന്നു. അപ്പൊ ഒരുപാട് ആൾക്കാർ എതിർപ്പ് ഓപ്പോസ് പറഞ്ഞില്ല, അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? കുറെ ആൾക്കാർ പറഞ്ഞു ഓപ്പോസിറ്റ് ആയിട്ട്. ആനാ ഇവിടെ ട്രിവാൻഡ്രം എന്റെ വീട്ടു പൊടിയിൽ കൂടെ ആൾക്കാരെ പുറത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് പിതൃസ്നേഹം എന്ന് പറയുന്നത്. ആ ഫെർണാണ്ടസ് സാറ് മകളെ എന്നും കാണാൻ വേണ്ടി ആ ഡൈനിങ് ഹാളിൽ അടക്കിയേക്കുവാണ്. അതാണ് ഇതൊരു വല്ലാത്തൊരു ഇതിന്റെ ടിസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം. ആ മകൾക്ക് കാവലായിട്ട് എന്നും ഈ അച്ഛനും അമ്മയും ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലേ? എന്നും മകളെ കണ്ടോണ്ടിരിക്കുന്നത്. നമുക്ക് വീട്ടിലോട്ട് പോകാം സാറേ. അപ്പൊ നമുക്ക് ഇതുകൊണ്ടോ ഈ ഒരു പേടിപ്പെടുന്ന കാഴ്ചയാണ്. ഈ വീട് നിറച്ച് പട്ടികളാണ്, പലതരത്തിലുള്ള പട്ടികളാണ്. സാർ, ഇത് പിന്നെ അറ്റാക്കിംഗ് സ്വഭാവം ആരെങ്കിലും ഉണ്ടോ? മുമ്പ് പട്ടികള് റോട്ട് വീലർ അറ്റാക്കിംഗ്, ഇത് ചെറുതേ ഇല്ല, ബട്ട് വലുത് അറ്റാക്കിംഗ് ആവോ. ഓക്കെ സാറേ, നമുക്ക് എന്തായാലും വളരെ സൂക്ഷിച്ചു വേണം അങ്ങോട്ട് പോയത്. ചുറ്റും നിൽക്കുന്ന പട്ടികൾ കണ്ടല്ലോ, ഏത് സമയത്തും നമുക്ക് പരിചയമില്ല, കടി കിട്ടുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. സാറേ, കടിക്കുമോ? കടിക്കുന്ന പട്ടി ഇപ്പൊ ഞാൻ ഉള്ളിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ വീട് അതേപോലെ സംരക്ഷിച്ചേക്കുവാണ്. ഇത് തന്നെ അത് കിണറ് ഇതിലെത്താൻ വെട്ടിട്ട് ഉള്ളിലേറ്റി அவங்க. ഈ കിണറ്റിലാണ് മോളെ വെട്ടിയിട്ടത്. ഇട്ടിട്ട് മോളിലിருந்து എന്റെ മോൻ ചാടി. മോൻ അവിടെ നിന്ന് കയറി? അവിടെ നിന്ന് കയറി. ഇപ്പൊ കൂടെ ആണെങ്കിലും ഉണ്ട് നോക്ക്. മോൻ അവിടെ നിന്ന് ചാടി, ജോലിക്കാച്ചി ഇവിടെ നിന്ന് നോക്കുന്നു. മോൻ എങ്ങനെ ചാടാൻ പറ്റി? ഹൈറ്റ് ഉള്ള ജീവിതം പേടിച്ച് ചാടിത്താനാവണം. ബട്ട് ഇവിടെ നിന്ന് വന്നിട്ട് ജോലിക്കാച്ചി ഈ ജനലിൽ ഇത്താൻ കിച്ചൺ, ഔട്ടർ കിച്ചൺ, ഇവിടെ നിന്ന് തന്നെ അത് നോക്കിയിട്ട് அவங்க സാക്ഷി ആയിട്ട്. അവനാണ് ഈ കൊച്ചു മകനുണ്ടല്ലോ. അതിനുശേഷം ഈ ചേച്ചി കിണറ്റിൽ കിടക്കുമ്പോൾ അവൻ പുറത്തുള്ള ആൾക്കാരെ വിളിച്ചു പറഞ്ഞു എന്റെ ചേച്ചിയെ വെട്ടി തുണ്ടുമാക്കിയിട്ട് കിണറ്റിലിട്ടേക്കെന്ന് പറയുന്നു. അന്ന് 7 വയസ്സുള്ള കൊച്ചല്ലേ? 12 years ഉണ്ടാവും. ഇപ്പൊ ഇന്ന് വന്നിട്ട് 20 കൊല്ലമായി. ഈ കിണറിപ്പ് ഉപയോഗിക്കുന്നില്ല സാറേ? ഇല്ല, ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കുന്നു. ഓക്കെ,
അന്നൊക്കെ കണ്ടില്ല, ആ ചുറ്റും ആണിയും മുള്ളൊക്കെ തറച്ചു വെച്ചേക്കുവാണ്, കുപ്പിച്ചിലൊക്കെ തറച്ചു വെച്ചേക്കുവാണ്. അപ്പൊ അങ്ങനെ അത്രത്തോളം പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് സ്വന്തം അച്ഛൻ മക്കളെ വളർത്തിയത്. ഒരു കിളിക്കുഞ്ഞ്, ഒരു അമ്മക്കിളി കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ വളർത്തി അല്ലേ? എന്നിട്ടും സംരക്ഷിക്കാൻ പറ്റിയില്ല. ആ വിഷമം ഇപ്പോഴും ഉണ്ടല്ലേ? വിഷമമുണ്ട്, പിന്നെ വിഷമമില്ലാതെ ഞാനും ഒരു മനുഷ്യനല്ലേ. എൻ്റെ പേര് ശോഭ പരമേശ്വരൻ നായർ. ഈ ഡിഡ് ഇറ്റ് വൺ മിസ്റ്റേക്ക്. എൻ്റെ ഭർത്താവ് ഒരു തെറ്റിയതെന്താണെന്നറിയാമോ? എന്നെ ഈ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് എന്നെ കല്യാണം കഴിച്ചു. ഞങ്ങൾ കോഴിക്ക് പള്ളി വെച്ച് താലി കെട്ടി. ഇവിടെ വന്നിട്ട് മണ്ണടിക്കോണം. ഈ കുഞ്ഞുങ്ങളെ നോക്കാനാണ് കല്യാണം കഴിച്ചത്. ഈ സാന്ദ്രയുടെ അമ്മയ്ക്ക് വയ്യാണ്ടായിരുന്നപ്പം ആന്റി കല്യാണം കഴിച്ചു. എന്തായാലും മരിച്ചു 3 വർഷങ്ങളായി. അപ്പൊ അതിനുശേഷം ഈ നിങ്ങൾ ആ മോൾക്ക് കാവലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടല്ലേ? എന്നും ഉണ്ട്. ചക്കര ഉണ്ടെന്ന് ആദ്യം ഒരു കൊല്ലം എനിക്ക് ഇവിടെ അല്ല, ഞാൻ വന്ന് ഇപ്പം സാറിന്റെ ഒരു കൊല്ലം എനിക്ക് താമസിക്കാൻ പറ്റാണ്ടൊക്കെ ആയി. ഹാളിൽ അടക്കമൊന്നും ചൊല്ലി പാടല്ലേ? അടക്കം ചൊല്ലാൻ പറ്റില്ല. ഭയങ്കര പ്രശ്നം ഉണ്ടായി. നമ്മൾ ഹിന്ദുക്കളായതുകൊണ്ട് ഇവിടെ ആഴ്ത്ത പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. 10-16 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ എന്നിട്ടും അച്ഛന് പ്രശ്നമൊന്നുമില്ല? അച്ഛന് പ്രശ്നം ഒരു കൊല്ലം എനിക്ക് പ്രശ്നമായിരുന്നു. ഇത് കാണുമ്പോ ഒരു പേടിയൊക്കെ? പേടി, സത്യമക്കളെ കാണുമ്പോ അല്ലേ പേടി. ഞാൻ ഇവര് പറഞ്ഞ ഈ ലാസ്റ്റ് ഇവർക്ക് വിശ്വാസം സൈക്കോളജിക്കൽ ഗവൺമെന്റ് ഞാൻ ഇരിക്കണ കല്ലില്ലേ, അടുപ്പല്ലേ, ഇത് അടുപ്പല്ലേ, വേറെ രൂപത്തിൽ മാറുവോ ചക്കര? ഈ ഒരു ഇതല്ലേ, ഈ ഹോളോ ബ്രിക്ക് അല്ലേ, സാൻഡ്ര അല്ല അക്കരെ. ഒരു സൈസ് കുരങ്ങ് പോലെയും മങ്കി പോലെയും പൂച്ച പോലെയൊക്കെ തോന്നണയാണ് ഇങ്ങനെ തോന്നുന്ന മനസ്സിൽ. അതെന്താ ഇവര് ചിരിക്കണ്. ഞാനേ ഒരു നായർ സ്ത്രീ ആയതുകൊണ്ട് നമ്മുടെ തൊട്ടിക്കര അമ്പലമൊക്കെ നമ്മുടെ അപ്പം ഒരു ആത്മാവ് ഹിന്ദു സാന്ദ്രയുടെ രൂപത്തെ കണ്ടിട്ടുണ്ടോ? സാറിന്റെ രൂപത്തിൽ കണ്ടിട്ടുണ്ടോ? ആ പ്രാവിന്റെ കൂടിലേക്ക് രണ്ടതാ പൊട്ടിക്കിടക്കണേ. ചോദിച്ചോക്ക് ഇവരെ വിളിച്ചിട്ട് ഞാൻ ഗൾഫിൽ വിളിച്ചിട്ട് സംസാരിച്ച് പേടിച്ച് ഇവര് ചേട്ടനെ കോയമ്പത്തൂരിന്ന് പറഞ്ഞു വിട്ട്. ഇവര് പോയി ഒരു കൊല്ലം കഴിഞ്ഞ് കറക്റ്റ് 3-ന്റെ അന്ന്, ഓഗസ്റ്റ് 3-ന്റെ അന്ന്, ഒരു കൊല്ലം തികഞ്ഞ് നമ്മൾ സദ്യയൊക്കെ കൊടുത്ത ആൾക്കാർക്ക് വിട്ട് 1 കൊല്ലം 3-ന്റെ അന്ന് ഒരാള് വിളിക്കണ പോലെ തോന്നി എനിക്ക്. ആ താഴത്തെ വീട്ടിലെ സ്ത്രീക്ക് അറിയാം. അവരിപ്പോ ഇവിടെ വാടക ഇല്ല കറിയാം. സാൻഡ്ര ആണെന്ന് വിചാരിക്കണല്ല കണ്ണപ്പ. ഐ വിൽ ടെൽ ദ ട്രൂത്ത്. സാൻഡ്ര തന്നെയാണെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല ചക്കര. ഞാൻ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളായിരുന്നു. ഇവിടെ 100 പേര് എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ പേടിയില്ലേ? ഞാൻ പറഞ്ഞു, മനുഷ്യനെ പേടിച്ചാൽ മതി. പല രീതിയിലും പേടിക്കണം. പട്ടികളെ ചോറ് കൊടുത്താൽ പട്ടിക്ക് കൊടുക്കണം, മനുഷ്യന് കൊടുക്കല്ലേ. പല രീതിയിലും ദ്രോഹിക്കും. പക്ഷെ ചക്കര ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ കൊണ്ടുവന്ന നൈറ്റി 2 പീസ് നൈറ്റി ഇട്ടിട്ട് ഇല്ല ഇക്കര ഇപ്പൊ ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ഗവിളി അടിക്കും. അപ്പൊ എനിക്കൊരു അതിന്റെ അമ്മയാണ് ഉണ്ട് ചക്കര. നീ അത് പറഞ്ഞ നീ എന്നെ കളിയാക്കല്ലേ? അമ്മയാണ് കളിയാക്കല്ലേ? ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതിന് 100% ഉറപ്പൊന്നും എന്റെ പിള്ള സത്യം പറഞ്ഞ എന്ത് പറഞ്ഞാലും ഗവിളി അടിക്കും ചക്കര. പക്ഷെ കാണാറും പേടിപ്പിക്കാറൊന്നും. 2 കൊല്ലം പേടിപ്പിച്ചു. കാവലായിട്ടില്ലടാ. എനിക്ക് ഇവിടെ ഉണ്ടെന്ന് പറയാൻ കാര്യം തന്നാ. എനിക്ക് സുഖമില്ലാണ്ടായി ബസ്സിൽ കയറിയപ്പോ പുറകെ ഇരുന്ന ഒരാൾ വിളിക്കുന്നു. ആരാന്ന് നോക്കിയപ്പോ കാണാനില്ല. വീണ്ടും സംസാരിക്കണം. അപ്പൊ 2 പേര് എന്നെ എറണാകുളത്ത് നിന്ന് എന്നെ ബസ്സിൽ കയറ്റി കൊണ്ടുപോയിട്ട് 2 പേരുടെ ടിക്കറ്റ് എടുത്തിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറ്റിട്ട് എന്നെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടാക്കിയ വണ്ടി ഞാൻ കൂടെ. ചക്കര ശല്യമില്ല. അവളല്ല. അപ്പൊ അവള് എന്നോട് ചെവി രാത്രി കിടക്കുമ്പോൾ പറയണത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി തന്നെ പറയാ. ഞാൻ ദ്രോഹിക്കാനല്ല വന്ന. ഒരാത്മാവ് പോയി 7 പേരെ കൊണ്ടുവരും, 7 പേര് പോയി 70 പേരെ കൊണ്ടുവരും. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ല് വരണ്ട ഭൂമിയിൽ അലഞ്ഞു കിടക്കും ചെറുപ്പക്കാർ. ദുർമരണപ്പെട്ടവരുടെ മരണം ദൈവം വിളിക്കുന്നവരുണ്ടാവുമെന്ന് എന്റെ ചെവി പറഞ്ഞത് ഞാൻ ചക്കര. ഞാൻ 100 വട്ടം ഏത് കോടതിയിൽ വേണമെങ്കിലും പറഞ്ഞു. ഗൈസ്, അപ്പോൾ തൻ്റെ മകളെ സംരക്ഷണത്തിന് വേണ്ടി കൂറ്റം മതിലും അതിന്മേലെ ആണിയൊക്കെ തറച്ച് 4-5 ഭയങ്കര അക്രമമായിട്ടുള്ള പട്ടികളും കുറേ പട്ടികളെയെല്ലാം അവിടെ കൂട്ടിനവർക്കൊക്കെ ആക്കി എല്ലാ സംരക്ഷണവും കൊടുത്ത്, കൂടാതെ അവരെ കാവലായി നിർത്തി പോയത് താൻ മക്കളെ പോലെ വളർത്തിയ ഫെർണാണ്ടസിന്റെ അച്ഛൻ്റെ അനിയൻ്റെ 2 മക്കള് സ്വന്തം ഫാദറെ പോലെയാണ് ഫെർണാണ്ടസ് നോക്കിയത്. അവരെ കാവലാക്കി പോയത്. അവരാണ് ഈ പറയുന്ന നമ്മുടെ സാന്ദ്രയെ വെട്ടിക്കൊലപ്പെടുത്തി അവരുടെ കിണറ്റിലേക്ക് ഇട്ടത്. ഇത് കണ്ട് അവിടെ ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെർവൻറ്റും ഈ പറയുന്ന സാന്ദ്രയുടെ 10-12 വയസ്സുള്ള അനിയനുമാണ് ഇത് കണ്ടത്. സാക്ഷികൾ ഇതിലെ കേസിൽ. ഈ അനിയൻ പേടിച്ച് വിറച്ച് ആ കൂറ്റം മതിൽ എങ്ങനെയോ കയറി പുറത്തിറങ്ങി നാട്ടുകാരോട് വിളിച്ച് പറയായിരുന്നു, ഇങ്ങനെ ചേച്ചിയെ ഇങ്ങനെ വെട്ടിക്കൊന്ന് ഇതിൽ അവരിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് കേസ് പുറത്തു വന്നത്. അവര് ജയിലിലായി. അവര് ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അച്ഛനെയും അമ്മയെയും കൊല്ലുമോ എന്നുള്ള ഭയം അവർക്കുണ്ട്. അതുകൊണ്ട് അവരും ഈ വീടിന് പുറത്തിറങ്ങാതെ ആ വീടിന്റെ മതിൽക്കെട്ടിനുള്ളിൽ തൻ്റെ മകളുടെ ശവക്കല്ലറ അവിടെ തന്നെയാണ് ഇരിക്കുന്നത് മുഴുവൻ. സാന്ദ്രയുടെ സാന്നിധ്യം ഇപ്പോഴും ആ വീട്ടിലുണ്ടെന്ന് സാന്ദ്രയുടെ അമ്മയും അച്ഛനെല്ലാം സമ്മതിക്കുന്നുണ്ട്.
കാരണം ദുർമരണപ്പെട്ടത് കൊണ്ട് തന്നെ ദൈവം വിളിക്കുന്ന സമയത്തിന് മുന്നേ പോയതുകൊണ്ട് ദൈവം വിളിക്കുന്ന സമയം വരെ താൻ ഇവിടെ ഉണ്ടാവും, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനല്ല എന്നൊക്കെ പറഞ്ഞു ഈ അമ്മയുടെ അടുത്ത് വന്ന് പറയാറുണ്ടെന്നും അവിടെ ഇരിക്കുന്ന ഫോട്ടോ നോക്കി സാന്ദ്ര സംസാരിക്കാറുണ്ട് ഫോട്ടോയിൽ നിന്നും. പിന്നെ അവിടെ ഇരിക്കുന്ന പല സാധനങ്ങളും പല രൂപങ്ങളായി മാറാറുണ്ടെന്നും താൻ മേടിച്ചു കൊടുത്ത ഡ്രസ്സ് ഇട്ട് സാന്ദ്ര മുമ്പിൽ വന്ന് സംസാരിക്കാറുണ്ടെന്നും എല്ലാം പറയുന്നുണ്ട്. അതിന് കേസിനാസ്പദമായ പല കാര്യങ്ങളും ഫയലെല്ലാം മറയ്ക്കുമ്പോൾ അതിലെല്ലാം കറക്റ്റ് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പ്രേതങ്ങളൊക്കെ വരുമ്പോൾ കാറ്റ് വന്ന് കറക്റ്റ് ഒരു ഭാഗം കാണിച്ചു കൊടുക്കുന്നതൊക്കെ അതുപോലെ ശരിക്കും ഉണ്ടായിരുന്നു. ആ കേസ് അന്വേഷിക്കാൻ വന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ വരെ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. കറക്റ്റ് അവർക്ക് വേണ്ട ഒരു ഭാഗം വന്ന് ഈ കേസ് കണ്ടുപിടിക്കുക, പ്രതികളെ പിടിക്കുക എന്നുള്ള രീതിയിലുള്ള ആ ഒരു എന്താ പറയുക സെൻറ്റൻസുകളെല്ലാം വന്ന് നിർത്തുന്ന ഒരു ഇത് ഫയലിൽ നിന്ന് വന്നു. പിന്നീട് ആ പോലീസുകാരൻ പോലും ഈ പറയുന്ന സാന്ദ്രയുടെ അവിടെ നിന്ന് ഒരു പിടി മണ്ണ് പിടിച്ചുകൊണ്ട് ഈ കേസ് കഴിയും വരെ ഈ മണ്ണ് എൻ്റെ അടുത്ത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ബാക്കി ഫെർണാണ്ടസിന്റെ ബാക്കി സാന്ദ്ര തന്നെ ഉണ്ട്. ഒരു കാര്യം സാറ് സാൻഡ്ര അവിടെ ഇല്ലെന്നുള്ളത് ഉണ്ടെന്നുള്ളത് വെച്ചത് പബ്ലിക് പ്രോസിക്യൂട്ടർ അശോക് സാറിനെ വിളിച്ചു ചോദിച്ചു. സാറ് പറയാ ഞാൻ പേപ്പറൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോ തന്നെ പേപ്പർ ഓടണം മക്കളെ ഓടണം ഒരു കറക്റ്റ് പേജ് എനിക്ക് എടുത്തു തന്നു. ഇല്ല പേപ്പർ എടുത്താന്ന് ഞാൻ എന്ത് തന്നത് that bastard will be going to the jail, that is sure, he will be hanging, that case will be win എന്ന് പറഞ്ഞ പേജ് വന്നെന്ന്. അത് പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെ സാറ് ഡ്രൈവറേയും കൂട്ടോടെ എന്നിട്ട് പറയാം മക്കളെ ഇവിടുന്ന് ഇത്തിരി മണ്ണെടുത്തോട്ട് ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞു പൊയ്ക്കോ സാറേ, ഈ കേസ് വിജയിക്കുന്നവരെ ഈ മണ്ണിന്റെ വാദിക്കലുണ്ടാവും. ഞാൻ പറഞ്ഞെടുത്തോ. അപ്പൊ സാറേ ഞാൻ പറയണ നോണയാണ്. ഇതാണ് ഈ കാഴ്ച കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ നൊമ്പരപ്പെടുന്ന കാഴ്ചയാണ്. മകളെ അടക്കിയേക്കുന്നത് ഈ ഹാളിൽ തന്നെയാണ്. ഒരാളും ചെയ്യാൻ മടിക്കുന്ന ഭീകര കാഴ്ച കണ്ടോ. സാർ ഇവിടെയാണ് സാന്ദ്ര ഉറങ്ങുന്നല്ലേ? സാർ ഇവിടെ കിടക്കുവോ? ഇവിടെ കിടക്കും, മോൾ ഇവിടെ കിടക്കും അല്ലേ? സാർ എവിടെയും കിടക്കും, ഫെർണാണ്ടസ് അച്ഛൻ എവിടെയും കിടക്കും. എല്ലാ എന്റെ പട്ടികളും ഉണ്ട്. നൈറ്റ് ടൈം എല്ലാം ഇവിടെ തന്നെ, ഓൾ ഇവിടെ തന്നെ. മകൾക്ക് എന്നും വിളക്ക് കത്തിക്കും അല്ലേ? വിളക്ക് കത്തുവോ ഡെയിലി നമ്മ വിളക്ക് കത്തുവോ. അപ്പൊ ഇത് അവള് ഇവിടെ സ്വസ്ഥമായിട്ട് ഉറങ്ങുകയാണ്. ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ? കാരണം നമ്മൾ സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പുറത്താക്കാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ട് അടക്കാൻ ആഗ്രഹിക്കും. സാർ ഇത്രയും വർഷമായിട്ട് മോളെ പറ്റിയുള്ള ഓർമ്മകൾ മറക്കുന്നില്ല? ഇല്ല മറക്കാൻ പറ്റൂല. ഞാൻ തന്നെ വളർത്താമില്ല, അത് എന്റെ മക്കളെങ്കിലല്ലേ. സാർ അത്രയും ഓമനിച്ചാണ് മോളെ വളർത്തിയത്. മോൻ മോള് அவங்க அம்மா இல்லாத குட்டிங்களே, நான் தான் ഫുൾ ലവ് ആൻഡ് അഫെക്ഷൻ. അപ്പൊ സാന്ദ്ര നിൽക്കുന്നുണ്ട് ചിരിച്ച്. ഇതാണ് നമ്മുടെ സാന്ദ്രക്കുട്ടി. 17 വയസ്സേ ഉള്ളു, സുന്ദരി കുട്ടിയാണ്. അവള് ജീവിതം എന്തെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ആ കശ്മലന്മാർ ആ പാവത്തെ കൊന്നുകളാം. ഇതാരാ? ബ്രദർ. ഇതാണ് ഫെർണാണ്ടസ് സാർ അല്ലേ? ഇത് മോള്. ഇതാണ് കുവൈറ്റിൽ നിന്നുള്ള ഫോട്ടോ അല്ലേ? അപ്പം ഇത് വല്ലാത്തൊരു നമ്പരപ്പെടുന്ന കാഴ്ചയാണ്. സാധാരണയായിട്ട് നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇവർ ഓർക്കുന്നത്. എന്ന് രാവിലെയും വൈകിട്ട് ഇവിടെ വന്ന് സാന്ദ്രയെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു അല്ലേ? ഈ അച്ഛന് ഭയങ്കര സാന്ദ്രയുടെ സാന്നിധ്യം ഇപ്പൊ അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഈ ഫോട്ടോ എനിക്ക് വയ്യാണ്ടായപ്പോൾ ഈ ഫോട്ടോ നോക്കി ഞാൻ സംസാരിക്കുമായിരുന്നു. സത്യം സാറേ, ഈ ഫോട്ടോ ആർക്ക് അപ്പുറത്തെ ചേച്ചിയൊക്കെ ഇവിടെ ഇതിന് കൂട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആർക്ക് മോളെ നോക്കി സംസാരിക്കുന്ന ചെറേ നമുക്ക് കാണാൻ പറ്റില്ല, ചെവിയിൽ കൂടി നമുക്ക് സംസാരം കേൾക്കാം. പകല് കിടന്നുറങ്ങുമ്പോ അല്ല, പകലൊക്കെ ആകെ ഞങ്ങൾക്ക് ഒരു തുണയുണ്ടായിരുന്നു. ആ തുണയും പോയി ഞങ്ങൾക്ക് ദൈവം മാത്രം എന്റെ മഹാദേവനെ ഞാൻ മുറുക്കി പിടിച്ചു. അപ്പൊ സാന്ദ്രയെ നോക്കാനായി അച്ഛൻ നിർത്തിയ അച്ഛൻ്റെ ഫെർണാണ്ടസിന്റെ അച്ഛൻ്റെ അനിയൻ്റെ മക്കള്, അതായത് സാന്ദ്രയ്ക്ക് ചിറ്റപ്പന്മാരായിട്ടാണ് വരിക. അപ്പോൾ 10-22 വയസ്സുള്ള 2 പയ്യന്മാരാണ്. അവരാണ് കാവലിനായിട്ട് നിന്നിരുന്നത്. പിന്നെ അവിടെ ഫുഡ് വയ്ക്കാൻ ഒരു സ്ത്രീയും ഈ സാന്ദ്രയുടെ അനിയനുമാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കണതിൻ്റെ ഇടയിൽ ഒരു വഴക്കുണ്ടായി. അവർ മലയാളത്തിൽ തെറി പറഞ്ഞു. പക്ഷെ ഇവർ ആംഗ്ലോ ഇന്ത്യൻസ് ഇംഗ്ലീഷാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു വഴക്കുണ്ടായതിനെ തുടർന്നാണ് ഈ ഒരു ദുരന്തത്തിലേക്ക് എത്തിയത്. അപ്പോൾ അതേപറ്റി ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവർ തെറി പറഞ്ഞു ഈ ചിറ്റവന്മാർ.
തെറി പറഞ്ഞപ്പം ഒരു ചേച്ചി അവിടെ അവർക്ക് ഒരു 22-24 വയസ്സിനകത്തുള്ളവരാണ്. അപ്പോൾ തെറി പറഞ്ഞപ്പോൾ മലയാളത്തിലാണ് തെറി പറഞ്ഞത്. ഇവർ ഇംഗ്ലീഷ് പറയുന്ന മെയിൻ ലാംഗ്വേജ് അവർക്ക് ഇംഗ്ലീഷാണ്, ആംഗ്ലോ ഇന്ത്യൻസ് ആയിട്ട്. അപ്പോൾ സാന്ദ്ര പറഞ്ഞു, ചേച്ചി വിലക്കാരി ചേച്ചി അവിടെ ഉണ്ട്, പ്രായമുള്ളവരാണ്, ചേച്ചി കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്തെ ആൾക്കാർ കേൾക്കും, തെറി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇത് ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞു. അങ്ങനെ തർക്കം ഉണ്ടായി. ഇയാൾ ഒരു കത്തി, ടേബിളിൽ ഒരു കത്തി കിടപ്പുണ്ടായിരുന്നു. ആ കത്തി എടുത്തിട്ട് ഈ സാന്ദ്രയുടെ പിള്ളയ്ക്ക് കുത്തി വെച്ചിട്ട്, കുത്തി കയറ്റിയില്ല, കുത്തി വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിൽ പറഞ്ഞാൽ എന്താ നിനക്ക് കുഴപ്പം, മലയാളം മറ്റേ നീ കാരണമാണ് ഞങ്ങളുടെ അമ്മ പോയെ എന്നും മറ്റുമെല്ലാം പറഞ്ഞ് സാന്ദ്ര അതിന് നല്ല രീതിയിൽ പ്രതികരിച്ചു. ഇവർക്കെതിരെ നല്ല രീതിയിൽ പ്രതികരിച്ച് വാഗ്വാദമായി. ക്ലൈമാക്സിലെത്തിയപ്പോഴത്തേന് അടിയും ഗുസ്തിയാക്കിയപ്പോൾ ഇവർ ഓടി ചെന്ന് സാന്ദ്രയും ഈ മോനും കൂടെ ചെന്നിട്ട് അവിടുത്തെ സ്റ്റോർ റൂമിൽ കയറി ഒളിച്ചിരുന്നു. ഈ സമയത്ത് ഈ ഇവന്മാർ പോയിട്ട് ഈ അവിടുത്തെ ഗ്യാസ് ഓപ്പൺ ചെയ്ത് തീ ഇട്ട്. അപ്പോൾ ഈ ഡോറൊന്നുമില്ല വീടിന്, ഒരു ബെഡ്റൂമിനും ഡോറില്ല. അതാണ് വീടിൻ്റെ ഒരു പ്രത്യേകത. എൽ ഷേപ്പിൽ ഇങ്ങനെ കൊട്ടാര സമാനമായിട്ടുള്ള മതിലിൻ്റെ നടുക്കുള്ള എൽ ഷേപ്പിലുള്ള വീടിൽ ഒരു വാതിലില്ലാത്ത. അപ്പോൾ എല്ലാ മുറിയിലേക്കും തീ ആളിപ്പടന്ന് കത്തി. അതാണ് വെളിയിൽ ആൾക്കാർ ഇത് കാണുന്നത്, തീ വരുന്നത്. അപ്പോൾ തീ കാരണം അവർക്ക് പിന്നെ അവിടെ രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ലാത്തതിൻ്റെ അവർ വെളിയിൽ ചാടിയപ്പോൾ യുവമാർ വന്നിട്ട് ഈ 4 പട്ടികളെ അയച്ചു വിട്ടു. പട്ടികളെ അപ്പം ആ സമയത്ത് ഈ സാന്ദ്ര ഈ വീടിൻ്റെ ഒരു കോർണറിൽ ഒരു വൃത്താകൃതിയിലൊരു കിണർ, അതിൻ്റെ ഫുൾ സർക്കിളല്ല, ആ മൂലയ്ക്കായതുകൊണ്ട് ഒരു പകുതി അവിടെ ഒരു തൂണുണ്ട്. ആ മതിലിൻ്റെയും തൂണിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്, ഒരാൾക്ക് കയറി നിൽക്കാം. സാന്ദ്ര ഈ പട്ടിയെ തുറന്നു വിട്ടുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി വിറച്ച് പതുങ്ങിയിരിക്കുകയാണ്. ഈ മോൻ യഥാർത്ഥത്തിൽ ആ സമയത്ത് എനിക്ക് തോന്നുന്നു സാന്ദ്ര അവനെ എടുത്ത് മതിലിൻ്റെ മുകളിൽ വെച്ചാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്. അവനും അറിയത്തില്ലെന്നാണ് പറയുന്നത്. അത് ഇപ്പോഴും ഒരു 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 വല്ലാത്തൊരു ഇൻസിഡൻ്റായിട്ട് നിൽക്കുകയാണ്. അതിന് ഉത്തരം കിട്ടുന്നില്ല. അവനും ഓർക്കാൻ അവന് വെള്ളത്തിനകത്തായിരിക്കും. സാന്ദ്രയെ ചോദിക്കാൻ സാന്ദ്ര മരിച്ചും പോയി. ഈ ചേച്ചി അപ്പുറത്തൊരു സ്ഥലത്ത് കിട്ടിയ ഒരു സ്ഥലത്ത് അവരും പോയി ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ യുവമാർ സാന്ദ്രയെ കാണുന്നു. അതിൽ ഒരാൾ ചെന്നിട്ട് കത്താളെടുത്ത് വെട്ടത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ സാന്ദ്രയുടെ ഈ തലയുടെ പുറകിലായിട്ട് ഒരു വെട്ട് വെട്ടിയതിന് ശേഷം പിടിച്ച് ചവിട്ടി തള്ളി. നല്ല ആഴമുള്ള കിണറാണ്, കിണറ്റിലും കിട്ടും. അപ്പോൾ രക്ഷപ്പെടാനും ഒരു മാർഗമില്ല. അവിടെ ആ കഥ തീർന്നു. പിന്നെയാണ് വെളിയിൽ ഈ മകൻ്റെ കഥയിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ സാന്ദ്ര കിണറ്റ് മരിച്ചു കിടക്കുന്നു. പല കഥകളും അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ആ കൊച്ചിന്റെ മൊഴി നിർണായകമായിട്ട് മൊഴിയായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾക്കിത് കാണുമ്പോൾ ഒരു മനസ്സിനൊരു വിഷമം. അത് നമ്മളിതൊന്നും ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ. ആ മകള് മരിച്ച അന്നും മുതൽ ആ വീട്ടിലൊരു പൊടി പോലും ഒരു ചെയറോ ഒരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഒന്നും അവർ മാറ്റിയിട്ടില്ല. മകള് ശരിക്കും പറഞ്ഞാൽ മകള് ജീവിച്ചിരിക്കുന്നിടത്തോളം തന്നെയാണ് അവര് മറ്റേ ഹൃദയം കൊണ്ട് ജീവിച്ചിരിക്കുന്നത്. ഇപ്പൊ ശരീരം കൊണ്ട് 2 പേര് അവിടെ ഉണ്ട് എന്നുള്ളൂ. ഹൃദയം കൊണ്ട് അവര് അന്നേ മരിച്ചു. അവര് ഈ മകളുടെ ആത്മാവിന്റെ സാന്നിധ്യം എപ്പോഴും അവിടെ വരുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്ക് അത് ഫീൽ ചെയ്യാറുണ്ട്. അവരോട് സംസാരിക്കാറുണ്ട്, അവരെടുത്ത് വരാറുണ്ട്. അതായത് ജീവിച്ച് കൊതി തീരുന്നതിന് മുന്നാണ് സാന്ദ്ര മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തൻ്റെ അച്ഛനെ അമ്മനെയൊന്നും വിട്ടു പോവാൻ, അനീനെയൊന്നും വിട്ടുപോകാൻ സാന്ദ്രയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഇങ്ങനൊരു ഗതിയൊന്നും ആർക്കും വരുത്താതിരിക്കട്ടെ. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.